നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗോപിനാഥ, ദേ ഒരു നാവുണ്ടെന്ന് കരുതി എന്റെ തോന്നിയ സമരന്നാണോ? ദേ അരിഞ്ഞ് താഴെയിടും ഞാൻ. ദേ ഈ വീൽ ചെയറാണെന്ന് കരുതരുത്. അറിയാലോ നിനക്ക് രാഘവൻ നായരെ. അലിയരിക്ക, നിങ്ങൾ വരുന്നുണ്ടോ? അല്ല ഗോപിനാഥ, നിങ്ങളോട് വരാനല്ലേ പറഞ്ഞേ? സത്യാമേ, ഇപ്പൊ നിങ്ങൾക്ക് എന്റെ നാവടക്കാൻ പറ്റുമായിരിക്കും. 50 പെൺകുട്ടികളുടെ കല്യാണമാ 14-ന് പറഞ്ഞു വെച്ചിരിക്കുന്നേ. അതായത് ഇന്നേക്ക് 3-ാം ദിവസം. പറഞ്ഞ തീയതിയിൽ കല്യാണം നടക്കാത്തതിന്റെ മാനക്കേടിൽ ആ പെൺകുട്ടികളിൽ ആരെങ്കിലും വീടിന്റെ ഉത്തരത്തിൽ തൂങ്ങി നിന്നാൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്റെ മുന്നിലല്ല, ദൈവത്തിന് മുന്നിൽ. പണക്കാർക്ക് മാത്രമല്ല, പാവപ്പെട്ടവർക്കുണ്ട് സത്യാമേ മാനാഭിമാനങ്ങൾ. അത് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. വായിക്ക. പത്രോച്ചായ, ഈ വീട്ടിൽ ഇങ്ങനെ ഒരു രംഗം ആദ്യമായിട്ടാ. പണം ചോദിച്ച് വെല്ലുവിളിക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. പണത്തിന്റെ പേരിൽ ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ടിയും വന്നിട്ടില്ല സത്യഭാമിക്ക്. പത്രോച്ചായനെ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അറിയാം ഭാമേ, ആന്റപ്പൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഭാമേ, പത്രോച്ച നടന്നു. ഇനി ഇതിനൊരു പരിഹാരം എന്താ പത്രോച്ചാൻ പറ. അല്ല, രാഘവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ തീയതിക്കുള്ളിൽ പണം കൊടുക്കാതിരിക്കുന്നത് മാനക്കേടാ. ആന്റപ്പന്റെ കയ്യിൽ നിന്ന് പണം സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. എന്നാലും ഭാമയുടെ വാക്ക് പാലിക്കണം. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടുന്നതൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കാം. പത്രക്ക് എത്രയാ സംഘടിപ്പിക്കാൻ പറ്റുന്ന വെച്ചാ അതും കൂടി കൂട്ടിച്ചേർത്ത് 5 കോടി തേക്കാം. അയ്യോ, 10ന്റെ പൈസ ഇല്ലട്ടോ എന്റെ കയ്യില്. പത്രോച്ചായനെ വിശ്വസിച്ചല്ലേ ഞാൻ ആന്റപ്പന് പണം കൊടുത്തത്? ആന്റപ്പനും പത്രവും അല്ലേ ഭാമേ? അത് രണ്ടും രണ്ടാ. ഞാൻ ആന്റപ്പനെ ഭാമയ്ക്കൊന്ന് പരിചയപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ. പണം കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഭാമയുടെ മനോധർമ്മ. വിശ്വസിക്കാവുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തന്നെയല്ലേ ഞാനും കരുതിയത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. പത്രോച്ചായ, ഭാമയ്ക്ക് മുഷൊന്നും തോന്നരുത്. കൂപ്പിലാലവും ലോഡും ഒക്കെ ആയിട്ട് ഞാൻ ആകെ നടു ഒടിഞ്ഞിരിക്കുക. അതിനിടയ്ക്ക് 4-5 ലോറിയും JCB വാങ്ങിച്ചു. അതിനിടയ്ക്ക് ആരാന്റെ പിള്ളേരെ കെട്ടിക്കാൻ എന്റെ കയ്യിലെടുന്ന ഭാമയെ കാശ്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഇറങ്ങുക ഭാമേ. മില്ലില് നോക്കാൻ ആളില്ലാത്ത ദിവസാ. അപ്പൊ ശരിയാകവേട്ടാ. പത്രോച്ചായനും കൂടി ചേർന്നായിരുന്നു ചതി. ഭാമയെ, ചതിയെന്നൊന്നും എന്നെ പറയാനാവില്ല. സ്വന്തം പണത്തിന്റെ കാര്യം വരുമ്പോ എല്ലാവരും അങ്ങനെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.